സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരികയും കെവിനും തമ്മിലുള്ള ബന്ധത്തിൽ വ്യക്തത വന്നിരിക്കുകയാണ്. അതായത് കെവിനോട് ശാരിക പ്രണയം നടിക്കുന്നത് ദേവികയുടെ ജീവിതം എങ്ങനെയെങ്കിലും സുരക്ഷിതമാക്കണമെന്നും രഹസ്യങ്ങളൊക്കെ തന്നെ പുറത്തു കൊണ്ടുവരണമെന്നും നന്ദനെ ഇസബലയുടെയും കെവിന്റെയും ചതിയിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണെന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു. എന്തായാലും കെവിൻ മാർഗം ഇസബലയ്ക്കൊപ്പമാണ് നന്ദനുള്ളത് എന്നുള്ള സത്യം ശാരിക അറിയുകയും അത് ദേവികയോട് വന്ന് പറയുകയും ദേവിയാണെങ്കിൽ ഇസബലയെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയം ഇസബലയാണെങ്കിൽ താനൊരു റിലേഷന്റെ ഫംഗ്ഷൻ ആണെന്നും അവിടെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈയൊഴിയണം. എന്തായാലും ദേവികയാണെങ്കിൽ നന്ദന്റെ ആ ചതിയിൽ വല്ലാതെ വേദനിക്കുന്നുണ്ട്. അങ്ങനെ ശാരിക പറയുന്നുണ്ട്, നന്ദേട്ടൻ ഈ ചെയ്യുന്നത് ഒട്ടും തന്നെ ശരിയല്ല. ചേച്ചിയെ വേദനിപ്പിച്ച് നന്ദേട്ടൻ തിരഞ്ഞെടുക്കുന്ന ഈ സന്തോഷങ്ങൾ അധികകാലം നീണ്ടു നിൽക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ദേവി പറയുകയാണ്, ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. എന്തായാലും അരുന്ധതിയുടെ മനസ്സിൽ ചെറിയൊരു കുറ്റബോധമൊക്കെ തോന്നുകയാണ്. ഋഷി ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും ഒന്ന് പുറത്ത് പറയാൻ കഴിയാത്തതിന്റെ അവസ്ഥ. പ്രഭാവതി എത്രത്തോളം ടെൻഷൻ അടിക്കുന്നുണ്ട് എന്ന് അരുന്ധതിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അരുന്ധതി ആണെങ്കിൽ ഋഷിയുമായിട്ട് വഴക്കുണ്ടാക്കണം. എത്രയും പെട്ടെന്ന് പ്രഭയോടും നന്ദനോടും ഒക്കെ തന്നെ നീ ജീവിച്ചിരിക്കുന്ന സത്യം തുറന്നു പറയണമെന്നും ഈ ചതി അധിക നാളൊന്നും മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നും എന്തൊക്കെ പറഞ്ഞാലും പ്രഭാവതി ഇപ്പോൾ കുറ്റബോധത്തിൽ നീറിക്കൊണ്ടിരിക്കുകയാണെന്നും ദേവികയുടെ ജീവിതം ഒരിക്കലും നശിപ്പിച്ച് കളയാൻ താൻ സമ്മതിക്കില്ല എന്നൊക്കെ തന്നെ അരുന്ധതി പറയുമ്പോൾ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാണ്, അമ്മയ്ക്കിപ്പോ അവരോടൊക്കെ സിമ്പതി തോന്നി തുടങ്ങിയെന്ന് ചോദിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ദേവി നിന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചവളാണ്, ആ ഒരു ഉപകാരം ഒന്നും മറക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ ആ ദേവി തന്നെ നമ്മൾ ചതിച്ചത് അമ്മ ഓർക്കുന്നില്ലേ എന്നൊക്കെ ഋഷി ചോദിക്കുന്നു. എന്തായാലും അവിടേക്ക് കെവിൻ വരുന്നുണ്ട്. കെവിനോടും ഇക്കാര്യത്തെ കുറിച്ച് സംസാരിക്കുകയാണ് അരുന്ധതി. കെവിൻ പറയുന്നുണ്ട്, ആന്റി തൽക്കാലം ഇതിലൊന്നും തന്നെ ഇടപെടണ്ട, ഞങ്ങൾ എന്തായാലും ഇതിനൊരു അവസാനം കണ്ടിട്ടുണ്ട്, അതുവരെ ഈ കളി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും, ആന്റി ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കും വേണ്ട, ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ ഇസബല്ലയും നന്ദനയും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്, അതൊക്കെ കുറച്ച് ഓവറാണെന്നും കുറച്ച് നിയന്ത്രണം വെക്കണം എന്നൊക്കെ തന്നെ അരുന്ധതി പറയുന്നു. അങ്ങനെ കെവിൻ ആണെങ്കിൽ ഋഷിയോട് ചോദിക്കുന്നുണ്ട്, ഇതിപ്പോ നിന്റെ അമ്മ ആകെ പ്രശ്നമാവോ, നമ്മുടെ ഇടയിലെ പ്ലാനിങ് ഒക്കെ തന്നെ പൊളിച്ചു കളയുമെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, പ്രഭയോടും അതുപോലെ നന്ദനോടൊക്കെ തന്നെ കുറച്ച് സിമ്പതി തോന്നി തുടങ്ങിയിട്ടുണ്ട്, മിക്കവാറും അമ്മ തന്നെയായിരിക്കും നമ്മുടെ നാടകം പൊളിക്കുക എന്നൊക്കെ ഋഷിയും തിരിച്ചു പറയുന്നു. അങ്ങനെ ശാരിക വിളിക്കുന്നുണ്ട്. ശാരിക ഒന്നും അറിയുന്നത് പോലെയൊക്കെ തന്നെയാണ് രഹസ്യങ്ങൾ ചൂഴ്ന്നെടുക്കാനായിട്ട് കെവിനോട് സംസാരിക്കുന്നത്. കെവിനാണെങ്കിൽ ആ ചതി മനസ്സിലാവുന്നില്ല. ആത്മാർത്ഥമായി തന്നെ ശാരികയെ സ്നേഹിക്കുന്നു. പിന്നീട് ചന്ദ്രവത്ത് വീട്ടിലേക്ക് എത്തുന്ന ദേവികയോട് സിദ്ധാർത്ഥനും പ്രഭാവതിയൊക്കെ ചോദിക്കുന്നുണ്ട്, നന്ദൻ എവിടെയാണെന്ന് അറിഞ്ഞോ എന്ന്. നന്ദൻ എവിടെ പോവാനാണ്, ആ ഇസബലയ്ക്കൊപ്പം ഒരു യാത്രയിലാണ്, ഇസബലയ്ക്കൊപ്പം അവൻ സന്തോഷവാനായിട്ട് ഉണ്ട്, എനിക്ക് എന്ത് പറ്റിയാലും നന്ദുവിന് എന്താണെന്നൊക്കെ ചോദിച്ച് ദേവിക പറയുമ്പോൾ സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. മോളിതെങ്ങനെ അറിഞ്ഞു എന്നിങ്ങനെ സിദ്ധാർത്ഥൻ ചോദിക്കുമ്പോൾ ഞാനെല്ലാം അറിഞ്ഞു വച്ചാ ഇവിടെ നിൽക്കുന്ന അമ്മയ്ക്കും ഒരുപക്ഷെ എല്ലാ കാര്യങ്ങളും അറിയാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. തനിക്കൊന്നും അറിയില്ലെന്ന് പ്രഭാവതി പറയുന്നുണ്ട്. അങ്ങനെ സിദ്ധാർത്ഥനാണെങ്കിൽ തന്റെ മകൻ ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടാതെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. പിന്നീട് ഇസബelle ആവട്ടെ ഒരു ഹോട്ടലിലേക്കാണ് നന്ദനെ കൊണ്ടുപോകുന്നത്. അവിടെ ഒരു റൂം എടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഈ സമയം നന്ദനാണെങ്കിൽ ഇസബല്ലയ്ക്ക് പുറകെ തന്നെ പോകുന്നുണ്ട്. ആ ഹോട്ടലിലെ റിസപ്ഷനിൽ വെച്ച് ഒരാൾ, അതായത് സിദ്ധാർത്ഥന്റെ ഒരു സുഹൃത്ത് നന്ദനെ കാണുകയാണ്. കാണുമ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന്റെ മകനാണെന്ന്. അയാൾ മനസ്സിൽ അത് പറയുകയും ചെയ്യുന്നു. സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന്റെ മകൻ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് എന്തിനാ ഈ സമയത്ത് ഹോട്ടലിൽ റൂം എടുത്തിരിക്കുന്നത്, ഇതിന് പുറകിൽ എന്തൊക്കെയോ ചതിയുണ്ട്, ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായ പെൺകുട്ടിയല്ലേ എന്നൊക്കെ തന്നെ അയാൾ സ്വയം ചിന്തിക്കുകയാണ്. എന്തായാലും നന്ദന്റെയും ഇസബല്ലയുടെയും സന്തോഷം അധിക നേരമൊന്നും നീണ്ടു നിൽക്കാൻ ഒരു ചാൻസുമില്ല. എന്തായാലും അത് പാതി വഴിയിൽ തന്നെ പൊലിയും. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്.